പകുതിവില തട്ടിപ്പിൽ BJP നേതാക്കൾക്കെതിരെ പരാതിക്കാരായ സ്ത്രീകൾ കൂടുതൽ പേരായി രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എൻ രാധാകൃഷ്ണനെതിരെ ഒരു സ്ത്രീ ഗീത അവർ രംഗത്ത് വന്നിരുന്നു. അവർക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് പിന്നീട് പരാതി മുക്കി എന്നുള്ള ആരോപണം വന്നിരുന്നു. അതിന് പിന്നാലെ BJP ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ കാണാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കളെ വിശ്വസിച്ചാണ് പണം നൽകിയത് എന്ന പരാതിക്കാരായ ശ്രീജ, ശ്രീകല, അശ്വതി ഇവരൊക്കെ വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. BJP നേതാക്കൾ പറ്റിച്ചതായും എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. ആദ്യം KN രാധാകൃഷ്ണൻ സൈൻ സൊസൈറ്റി എന്ന സംഘടനയിൽ 50% വനിതകൾക്ക് 2 വീലർ കൊടുക്കുന്നു എന്നുള്ള ഇതിൽ ഞാനും പങ്കാളിയായിരുന്നു. 3 മാസത്തിനകം വണ്ടി ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് 1 വർഷമായിട്ടും ഞങ്ങൾക്ക് വണ്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ ഞങ്ങൾ അവരുമായി ധാരാളം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നോക്കി. അതുപോലെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ നിരന്തരമായി മെസ്സേജുകൾ അയച്ചു. പക്ഷേ ഒന്നിനും റിപ്ലൈ ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയും ആ പറഞ്ഞ ആളെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ TVS ജൂപ്പിറ്റർ വണ്ടിയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ 10 മാസത്തിന് ശേഷം അവരെ വിളിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ആ വണ്ടി ലഭിക്കില്ല, നിങ്ങൾ സുസുക്കി ആക്സസിലേക്ക് മാറണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ മാറിയിട്ടും ഇതുവരെയായിട്ടും ഞങ്ങളെ വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് ഞങ്ങൾക്കൊരു കോളോ അല്ലെങ്കിൽ ഒരു OTP ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിപ്പോൾ സൈൻ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ പകുതി വിലയ്ക്ക് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസ 63,500 രൂപ നമ്മൾ കെട്ടിയിട്ട് മാർച്ച് 11-ാം തീയതി ഞാൻ അടച്ചതാണ്. പക്ഷേ ഇതുവരെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ ടോക്കൺ തന്നു. പിന്നെ മറ്റേ എഗ്രിമെൻ്റൊക്കെ ഇതാക്കി വെക്കാൻ പറഞ്ഞു, മുദ്രപത്രത്തിൽ എല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടും പിന്നെ നമുക്ക് കിട്ടുന്നില്ല. വിളിക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, തിരിച്ച് നമുക്കൊന്നും അവർ റെസ്പോണ്ട് ചെയ്യണില്ല ഒന്നും. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോഴും ബാക്കി എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കിട്ടാത്തതുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ എനിക്ക് വണ്ടി കിട്ടണം, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ പലിശയും കൂടെ 1 വർഷം കറക്റ്റ് 1 വർഷം കഴിഞ്ഞു. 11-ാം തീയതി ഞാൻ അടച്ചതാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനെന്തെങ്കിലും നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തോളം, ഇപ്പോൾ 1 വർഷം 9 ദിവസമായി, ഇതുവരെയായിട്ടും ഒരു അപ്ഡേഷനും ഇല്ല. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ മെസ്സേജ് അയക്കും, എന്തായ അപ്ഡേറ്റ് വണ്ടിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ അഡ്മിൻ പോലും ഒരു റിപ്ലൈ പോലും തരില്ല. പിന്നെ ഞങ്ങൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വളയും മാലയും പണയം വെച്ചിട്ടാണ് ജോലിക്ക് പോകാൻ ഒരു ആക്റ്റീവ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊടുത്തത് തന്നെ. പക്ഷേ നമുക്കത് ഇതുവരെയായിട്ടും വണ്ടി അപ്ഡേഷന് വേണ്ടിയിട്ട് ആരും വിളിച്ചിട്ടുമില്ല. പല സ്ഥലത്തും വിളിച്ച് എന്നെ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ടോക്കൺ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും ഞങ്ങളെ വിളിച്ചു, കാലടിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതുവരെയായിട്ടും വണ്ടി ഞങ്ങൾക്കിപ്പോൾ 1 വർഷമായിട്ടും ഇതുമായിട്ട് വണ്ടി കിട്ടിയിട്ടില്ല. സാധാരണ മനുഷ്യരാണ്, സാധാരണക്കാരാണ്. പകുതി വിലയ്ക്ക് ഒരു സാധനം ലഭ്യമാകും എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള സമ്പത്ത്, ഈ കയ്യിലുള്ള സ്വർണം വിറ്റും മറ്റ് പൈസയൊക്കെ മറിച്ചുമൊക്കെയാണ് പലരും കാശ് കൊടുത്ത് വാഹനം ബുക്ക് ചെയ്തത്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, വാഹനം കയ്യിൽ കിട്ടുന്നില്ല, വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ എൻ രാധാകൃഷ്ണനെതിരെ നേരത്തെയും പരാതികൾ വന്നിരുന്നു. ഇപ്പോൾ പരാതിക്കാരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമുണ്ട്. ഇതിൽ കൂടുതൽ പേരും പറയുന്നത് ഈ വാഹനം ബുക്ക് ചെയ്ത് 10 മാസമൊക്കെ കഴിഞ്ഞിട്ടും വാഹനം കിട്ടുന്ന ഒരു രീതി കാണുന്നില്ല, എൻ രാധാകൃഷ്ണൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് കൂടുതൽ പേരും ഉന്നയിക്കുന്നത്. ഈ പരാതികളിൽ പോലീസ് നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സൈനിനെതിരെയും പരാതികൾ വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സേതു, പരാതികളിൽ പോലീസിന്റെ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, സൈനിനെതിരെയും പരാതി നിരവധിയുണ്ട്. ഇതിൽ സേതു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പാതിവില തട്ടിപ്പ് കേസ് ഒന്നുകൂടെ ഉയർന്നു വരുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ചും എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കളെ വിശ്വസിച്ച ജനം അവർ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ സ്ത്രീകളെല്ലാവരും തന്നെ കൂലിവേല ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസുകളിലോ സാധാരണ ജോലിയുമായി പോകുന്ന സ്ത്രീകളാണ്. അവരൊക്കെ അവരുടെ ജോലി ഒന്ന്
മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത് പെട്ടെന്ന് ഓഫീസിലെത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനം ബുക്ക് ചെയ്തത്. പലരും കയ്യിലുള്ള സ്വർണ്ണമെല്ലാം പണയപ്പെടുത്തിയായിരുന്നു ഇങ്ങനെ ഇരുചക്ര വാഹനം മേടിക്കാനായി ശ്രമിച്ചതും. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർക്ക് യാതൊരു വിധത്തിലുള്ള മറുപടികളും ലഭിച്ചിട്ടില്ല. കൂടാതെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സ്ത്രീകളെല്ലാം ഇതിലേക്ക് ഉൾപ്പെടുത്തിയത്. അത് ഈ സ്ത്രീകൾക്ക് വലിയ മനോവേദനയും ഒപ്പം തന്നെ വലിയ നഷ്ടവും അവർക്കുണ്ടാക്കി എന്നുള്ളതാണ്. ഒരു BJPയുടെ പരിപാടിയാണ്, അല്ലെങ്കിൽ BJP സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ്, പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് എന്നെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ഇതിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സ്ത്രീകളെല്ലാം തന്നെ അത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ BJP നേതാക്കൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പരാതി കൊടുക്കുന്നവരെ വീട്ടിൽ ചെന്ന് BJP നേതാക്കൾ കണ്ട് പണം നൽകി പരാതി ഒത്തുതീർപ്പാക്കുന്നു. ഇതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കൂടുതൽ പരാതിക്കാർ വരുന്നത്. ഇന്നലെ എൻ രാധാകൃഷ്ണന്റെ സംഘടനയായ സൈനെതിരെയും എൻ രാധാകൃഷ്ണനെതിരെയും 3 പരാതികളായിരുന്നു ആലുവ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത്. ഇന്നും പരാതിയുമായി നിരവധി ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പരാതിക്കാരായ സ്ത്രീകൾ അവർ വലിയ മനോവിഷമത്തിലും ഒപ്പം തന്നെ ഈ പണം നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടത്തിലുമാണ് സേതു. തീർച്ചയായും സഹീന.